എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഹൃദയാംഗമമായ നമസ്കാരം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിൽ നിന്ന് നോക്കുന്നു. ഇന്ന് നമ്മൾ സുഗന്ധമുള്ള സ്വതന്ത്രമായ വായുവിൽ ശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഓർക്കുന്നു ആ സ്വാതന്ത്ര്യത്തിനായി ചൊരിഞ്ഞ രക്തത്തെയും സഹിച്ച വേദനകളെയും. ആഗസ്റ്റ് 15 എന്നതൊരു തീയതിയല്ല, ഒരു പ്രതിരോധത്തിന്റെ കഥയാണ്, ഒരു രാജ്യത്തിന്റെ പുനർജന്മമാണ്. 1947 ഈ ദിനത്തിൽ ഇന്ത്യ 600 വർഷം നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിശ്രമം വീണ്ടെടുത്തു. ഇത് വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, ഇത് സമസ്ത ഭാരതവാസികൾക്ക് ഒരുപോലെ ലഭിച്ച ആഹ്ലാദമായിരുന്നു. പക്ഷെ ഓർക്കണം, സ്വാതന്ത്ര്യം സൗജന്യമല്ല. ശക്തിയും സത്യവും സമർപ്പണവുമാണ് അതിന്റെ വില. റാണി ലക്ഷ്മിബായി പോരാടിയത് സ്തുതിക്കായല്ല, ഗാന്ധിജി നടന്നത് പ്രശംസകൾക്കായി അല്ല. അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു സ്വതന്ത്ര ഐക്യമായ ഇന്ത്യ. ഇന്ന് ആ സ്വപ്നം തുടരുന്നു, നമ്മിൽ ഓരോരുത്തരിലൂടെയാണ്. പക്ഷേ നമ്മൾ എന്താണ് നമ്മോട് തന്നെ ചോദിക്കേണ്ടത്? അവരുടെ ത്യാഗത്തിന് നമ്മൾ യോഗ്യരാണോ? നമ്മൾ നിർമ്മിക്കുന്ന ഇന്ത്യ അവർ അഭിമാനിക്കുമോ? സ്വാതന്ത്ര്യം വണ്ടിയോടിച്ച് കയറുന്നതല്ല, നീതിപൂർണമായി ജീവിക്കുന്നതിനാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ വിദ്യാർത്ഥിയാകട്ടെ, അധ്യാപകനാകട്ടെ, തൊഴിലാളിയാകട്ടെ, നിങ്ങളുടെ ഓരോ നല്ല പ്രവൃത്തിയും ഇന്ത്യയുടെ ഭാവിയെ തീർക്കുന്നു. ഇന്ന് നമ്മൾ തീരുമാനിക്കണം, ഇന്ത്യയെ ശുചിയാക്കാൻ, അന്യായത്തിനെതിരെ ശബ്ദമുയർത്താൻ, സഹായം ആവശ്യമായവരെ സഹായിക്കാൻ, അതിലുമുള്ളത് ഒരു ഉത്തരവാദിത്തമുള്ള ഭാരതീയനായി ജീവിക്കാൻ. തിരങ്ങ ഞങ്ങളുടെ വീടുകളിൽ മാത്രമല്ല, ഹൃദയങ്ങളിലും ഉയരട്ടെ ഓരോ ദിവസവും. ജയ് ഹിന്ദ്, ജയ് ഭാരത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.